ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 11ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ കാണുന്നതാണ് എല്ലാവർക്കും നല്ലത്, പുതുതായിട്ട് പഠിക്കുന്നവർ. അതുകൊണ്ട് ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ദ്വിതീയ വിഭക്തിയുടെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ദ്വിതീയ വിഭക്തിയിൽ നമ്മൾ സർവനാമങ്ങൾ കിം ശബ്ദം പഠിച്ചു. ഇനി അടുത്ത് പഠിക്കുന്നത് എന്തുവാ നോക്കിക്കോളൂ, തത് ശബ്ദ. തത് ശബ്ദ തത് ശബ്ദ തത് ശബ്ദ. ഈ തത് ശബ്ദത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രഥമ വിഭക്തി പഠിച്ചിട്ടുണ്ട്. സഹ തൗ തേ, അതാണ് പ്രഥമ വിഭക്തി. സഹ തൗ തേ. സഹ എന്ന് പറഞ്ഞാൽ എന്താ, തത് എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്നുള്ള അർത്ഥമാണ്. സഹ അവൻ, അവൻ, അവർ രണ്ടുപേർ, അവരെല്ലാവരും. അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും നോക്കിക്കോളൂ. തം തൗ താൻ. തം തൗ താൻ. തം അവനെ. സഹ എന്നും പറഞ്ഞു, അത് ആണെന്ന് പറഞ്ഞു. അത് അല്ലെങ്കിൽ അവൻ എന്നുള്ള അർത്ഥം പറയും. സഹ അവൻ. തത് എന്നുള്ള ശബ്ദം തന്നെ അത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിൽ പുല്ലിംഗ ശബ്ദത്തിൽ വരുന്നതാണ് സഹ തൗത്തെ. പുല്ലിംഗത്തിലാണ് സഹ തൗത്തെ പ്രഥമ വിഭക്തി. അതിന്റെ ദ്വിതീയ വിഭക്തിയാണ് തം തൗ താൻ. തം എന്ന് പറഞ്ഞാൽ അവനെ, തൗ താൻ അതിന്റെ ദ്വിവചനവും അതിന്റെ ബഹുവചനമാണ്. ഇനി ചോദിക്കുകയാണ്, മാതാ കം കഥയതി. മാതാ കം കഥയതി. കം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കിം ശബ്ദത്തിന്റെ ഏതാണ്, പുല്ലിംഗത്തിലെ ദ്വിതീയ വിഭക്തിയാണ്. കം കൗ കാൻ പഠിച്ചില്ലേ? അപ്പൊ അതില് മാതാ കം കഥയതി ചോദിക്കുമ്പോ എന്തായിരിക്കും ഉത്തരം? കമ്മിന് ഉത്തരം എന്തായിരിക്കും? തമ്മായിരിക്കും. അവനെ. മാതാ തം കഥയതി, അവനോട് പറയുന്നു. മാതാ തം കഥയതി. അപ്പൊ നിങ്ങൾ പഠിച്ചു, ദ്വിതീയ വിഭക്തികളെ പ്രത്യേകം പഠിച്ചു അല്ലെ? അതിനെ, അതിനോട് എന്ന് പറയാം, അതിലേക്ക്, ഇതൊക്കെയാണ് പഠിച്ചത്. അപ്പോ തം കഥയതി, അവനോട് പറയുന്നു. മനസ്സിലായില്ലേ? ഇനി അതുപോലെ അതിന്റെ സ്ത്രീലിംഗം, ഇത് പുല്ലിംഗമാണെന്ന് പറഞ്ഞു. സ്ത്രീലിംഗം എങ്ങനെ വരും? സ്ത്രീലിംഗത്തിൽ എങ്ങനെ വന്നു? തത് ശബ്ദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം സാ തേ താഹ. സാ അവൾ. അതിന്റെ ദ്വിവചനം ബഹുവചനം എങ്ങനെയാണ്? സാ തേ താഹ. അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും നോക്കിക്കോളൂ. താം തേ താഹ. താം തേ താഹ. താം അവളെ. അതിന്റെ ദ്വിവചനവും അതിന്റെ ബഹുവചനവുമാണ്. ഏതാണിത്? തത് ശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിലെ ശബ്ദമാണ് സാ തേ താഹ. ദ്വിതീയ വിഭക്തി വന്നപ്പോൾ താം തേ താഹ. അപ്പൊ ചോദിക്കാൻ നമുക്ക്, ഉമ കാം പൃച്ഛതി. ഉമ ഒരു പേര്, ഉമ കാം പൃച്ഛതി. നേരത്തെ ചോദിച്ചു, കം പറഞ്ഞു. അത് പുല്ലിംഗ ശബ്ദമാണ്. കാം എന്നൊന്ന് കാ കേ കാഹ, കാം കേ കാഹ. ഉമ കാം പൃച്ഛതി. ഉമ ആരോട്? കാം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിങ്ങൾ. ദ്വിതീയ വിഭക്തി ഏതിന്റെ? കിം ശബ്ദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. കാം കേ കാഹ. കാം കേ കാഹ, അത് സ്ത്രീലിംഗത്തില്. അപ്പോ ഉമ കാം പൃച്ഛതി ചോദിച്ചാൽ എന്ത് പറയും? ഉമ താം പൃച്ഛതി, അവളോട് പറയുന്നു. അവളോട്. അതും അവിടെ ദ്വിതീയ വിഭക്തി വന്നു. അപ്പോ പുല്ലിംഗം വന്നു, സ്ത്രീലിംഗം വന്നു. ഇനി ഏതാ ഉള്ളത്? നപുംസകലിംഗം അല്ലേ? അപ്പൊ നപുംസകലിംഗം എങ്ങനെ വരും? തത് ശബ്ദത്തിന്റെ തത് തേ താനി. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പുല്ലിംഗ സ്ത്രീലിംഗത്തിന് വ്യത്യാസം വരുന്നു. പക്ഷെ നപുംസകലിംഗം പ്രഥമ വിഭക്തി ആയാലും ദ്വിതീയ വിഭക്തി ആയാലും ഒരുപോലെ തന്നെ വരും. മനസ്സിലായില്ലേ?
പ്രഥമ വിഭക്തി ആയാലും ദ്വിതീയ വിഭക്തി ആയാലും ഒരുപോലെ. അതാണ് ഇവിടെ തത് തേ താനി തന്നെയാണ് പ്രഥമ വിഭക്തി. ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? തത് തേ താനി. മനസ്സിലായില്ലേ? അപ്പോ തത്ശബ്ദത്തിന്റെ പുല്ലിംഗത്തിലെ പഠിച്ചു, സ്ത്രീലിംഗത്തിലെ പഠിച്ചു, നപുംസകലിംഗത്തിന്റെ പഠിച്ചു. ഇനിയുള്ളത് ഏതത് ശബ്ദമാണ്. ഏതത്ത് ശബ്ദ. എന്താണ് ഏതത്ത് വരുന്നത്? നിങ്ങൾ ആദ്യം ഏത് ശബ്ദത്തിന്റെ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം നിങ്ങൾ പഠിച്ചാണ് പ്രഥമ വിഭക്തിയിലെ. എന്താ? ഏഷഹ, ഏതൗ, ഏതേ. ഏഷഹ എന്ന് പറഞ്ഞാൽ ദിസ്, ഇത് എന്നുള്ള അർത്ഥം. പുല്ലിംഗത്തിലാണ് ഏഷഹ, ഇവൻ എന്നും പറയാം. ഏഷഹ കഹ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഏഷഹ കഹ. ഇവിടെ നിന്ന് ഒരാൾ നിൽക്കുകയാണ്, ഏഷഹ കഹ. അപ്പൊ അവിടെ നിന്ന് ഒരാൾ എന്ത് പറയും? സഹ ബാലകഹ അല്ലെങ്കിൽ സഹ അധ്യാപക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവിടെ ഏഷഹ, ഏതൗ, ഏതയാണ് പ്രഥമ വിഭക്തി നിങ്ങൾ പഠിച്ചു. അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? അതിന്റെ ഏഷഹ, ഏതൗ, ഏതേ. ഇത് പ്രഥമ വിഭക്തി. ഏഷഹ, ഏതൗ, ഏതേ. ഇനി തത് ശബ്ദം പറഞ്ഞപ്പോ സഹ തൗതേ തം തം തൗതൻ. അത് ഇതെങ്ങനെയാണ്? ഏഷഹ, ഏതൗ, ഏതേ. ഇതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും നോക്കിക്കോളൂ. ഏ തം, ഏ തം, ഏതേ, ഏതാൻ, ഏതാൻ. അപ്പോ ഏതൗ, ഏത. ഏഷഹ, ഏതൗ, ഏതേ. ഇത് പുല്ലിംഗമാണ്. അതിന്റെ പ്രഥമ വിഭക്തിയാണിത്. അതിന്റെ ദ്വിതീയ വിഭക്തി ഏതം, ഏതൗ, ഏതാൻ. ഏതൗ, ഏതം, ഏതൗ, ഏതാൻ. അത് പുല്ലിംഗത്തിലെ. ഇനി സ്ത്രീലിംഗം എങ്ങനെ വരും? അപ്പോ സ്ത്രീലിംഗത്തിൻ്റെത്, സ്ത്രീലിംഗത്തിന് പ്രഥമ വിഭക്തി എങ്ങനെയാ പഠിച്ചത്? ഏഷാ, ഏതേ, ഏതാഹ. ഏഷാ, ഏതേ, ഏതാഹയാണ് പ്രഥമ വിഭക്തി സ്ത്രീലിംഗത്തിൽ പഠിച്ചത്. ഇനി അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? ഏഷാം, ഏതേ, ഏതാഹ. ഏഷാം, ഏതേ, ഏതാഹ. മനസ്സിലായില്ലേ? അപ്പോ പുല്ലിംഗത്തിന് ഏഷഹ, ഏതൗ, ഏതേ പ്രഥമ വിഭക്തി. അതിന്റെ ദ്വിതീയ വിഭക്തി ഏതം, ഏതൗ, ഏതേ, ഏതാൻ, ഏതം, ഏതൗ, ഏതാൻ. സ്ത്രീലിംഗത്തിൽ എങ്ങനെ? ഏഷ, ഏതേ, ഏതാഹ എന്നാണ് പ്രഥമയിൽ പഠിച്ചത്. ദ്വിതീയ വിഭക്തി വന്നപ്പോൾ ഏഷാം, ഏതേ, ഏതാഹ. ഇത്രയുമാണ്. ഇനി അതിന്റെ ഏതത് ശബ്ദത്തിന്റെ നമ്മള് നപുംസകലിംഗം എങ്ങനെയാണ് നോക്കാം. ഏതത്ത്, ഏതേ, ഏതാനി. ഇത് പ്രഥമ വിഭക്തി. നപുംസകലിംഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രഥമ വിഭക്തി തന്നെയാണ് എന്ത് ദ്വിതീയ വിഭക്തിയായിട്ട് വരുന്നത്. അപ്പൊ എഗെയിൻ ഏതത്ത്, ഏതേ, ഏതാനി. മനസ്സിലായില്ലേ? അപ്പൊ തത് ശബ്ദത്തിന്റെ പഠിച്ചു, ദ്വിതീയ വിഭക്തി പഠിച്ചു. ഏതത് ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി പഠിച്ചു. അടുത്ത നോക്കിക്കോളൂ ഏതാണെന്ന്. ഇനി നമുക്കപ്പം ഏകദേശം സർവനാമങ്ങൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ബാക്കി കുറച്ച് നാമങ്ങൾ, നൗൺസ് കൂടി, അതിന്റെയും കൂടി ദ്വിവചനം ദ്വിതീയ വിഭക്തി പഠിക്കാനുണ്ട്. ഇനി ഇക്കാരാന്ത പുല്ലിംഗ ശബ്ദം നിങ്ങൾ പഠിച്ചു. കവിശബ്ദം പഠിച്ചില്ലേ? ഇക്കാരാന്ത പുല്ലിംഗ കവിശബ്ദ. അതിന്റെ പ്രഥമ എങ്ങനെയാണ് വന്നത്? കവിഹി, കവി, കവയഹ. കവിഹി, കവി, കവയഹ. അപ്പൊ അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? കവിം, കവിം, കവി, കവീൻ, കവിം, കവി, കവീൻ എന്നാണ്. അതായത് കവി, ഒരു കവി, രണ്ട് കവി, രണ്ടിൽ കൂടുതൽ കവികൾ. ഇവിടെ വന്നപ്പോൾ കവിം, കവിയെ അല്ലെങ്കിൽ കവിയോട് എന്നൊക്കെ പറയാം.
കവിം, കവി, കവി. ഇത് പുല്ലിംഗമാണ്. ഇതുപോലെ വേറെ നോക്കിക്കോളൂ. വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. കവിഹി, കപിഹി എന്ന് പറയും. കപിഹി എന്ന് പറഞ്ഞാൽ എന്താ? മങ്കി. കപിഹി അത് ഇതുപോലെ തന്നെ. കപിഹി, കപി, കപയഹ, കപിം, കപി, കപീൻ. അതുപോലെ അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം. അത് കഴിഞ്ഞിട്ട് മുനിഹി, അതും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. മുനിഹി. പിന്നെ പതിഹി. ഇതെല്ലാം ഇകാരാന്തഃ പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഇകാരാന്തഃ പുല്ലിംഗ ശബ്ദ. അപ്പൊ അതെല്ലാം ഒരുപോലെയാണ് വരുന്നത്. ഈ 3 കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? തന്നെ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് അത് വരുന്നത് എന്ന്. ഓക്കെ, ഇനി ഈകാരാന്ത പുല്ലിംഗമാണ്. അടുത്ത ഈകാരാന്ത സ്ത്രീലിംഗം എങ്ങനെ വരുന്നു? സ്ത്രീലിംഗ മതിശബ്ദ. മതി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി, ഇന്റലിജൻസ്. മതിശബ്ദം എങ്ങനെയാണ്? മറ്റേ കവിശബ്ദം പോലെ തന്നെയാണ് സ്ത്രീലിംഗത്തിലും വരുന്നത്. പക്ഷെ ദ്വിതീയ വിഭക്തി വരുമ്പോൾ കുറച്ച് മാറ്റം വരും. പ്രഥമ എങ്ങനെ വരും? മതിഹി, മതീ, മതയഃ. അത് തന്നെയാണ് മതിഹി, മതീ, മതയഃ. ദ്വിതീയ വിഭക്തി നോക്കിക്കോളൂ. മതിം, മതീ, മതിം, മതീ, മതീഹി, മതീഹി, മതിം, മതീ, മതീഹി. മനസ്സിലായി? നമ്മള് ബാലിക പഠിച്ചപ്പോ എങ്ങനെ? ബാലിക, ബാലികേ, ബാലികാഹ. ദ്വിതീയ വന്നപ്പോ ബാലികാം, ബാലികേ, ബാലികാഹ തന്നെ വന്നു. ഇത് അതുപോലെ തന്നെ മതിം, മതി, മതി. പ്രഥമ വന്നപ്പോ മതിഹി, മതി, മതയഹയാണ്. ഇത് വ്യത്യാസമാണ്. ആകാരാന്തവും പോലെയല്ല. മതിം, മതി, മതീഹി. അപ്പൊ ഇതുപോലെ വേറെ കുറച്ചുകൂടെ തരാൻ നോക്കിക്കോളൂ. ബുദ്ധിഹി, എന്താ? ബുദ്ധി തന്നെ, ഇന്റലിജൻസ്. അതും ഇതുപോലെ ബുദ്ധി, ദ്വിതീയ വിഭക്തി ബുദ്ധിം, ബുദ്ധി, ബുദ്ധീഹി. പ്രഥമ വന്നപ്പോ ബുദ്ധിഹി, ബുദ്ധി, ബുദ്ധയ. അതുപോലെ തന്നെ എഴുതണം. അടുത്ത സ്മൃതിഹി, അതും ഇതുപോലെ തന്നെ സ്ത്രീലിംഗമാണ് എഴുതുക. പിന്നെ ജാതിഹി, ഉന്നതിഹി, ഉയർച്ച. ഉന്നതി. ഇതെല്ലാം നിങ്ങൾ തന്നെ ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. പ്രഥമ എഴുതണം, ദ്വിതീയ വിഭക്തി എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതാവും, മനസ്സിലാവും കുറച്ചുകൂടി എങ്ങനെയാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണെന്ന് കുറെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ളത് ഇകാരാന്തം. ഇനി ഈകാരാന്തത്തിൽ എങ്ങനെ വന്നു നോക്കോളൂ. ഇത് സ്ത്രീലിംഗമാണ്. ഈകാരാന്ത സ്ത്രീലിംഗ നദീശബ്ദ. നദീശബ്ദ കണ്ടില്ല? അവിടെ അവസാനം നദീയിലാണ് അവസാനിക്കുന്നത്. നദീശബ്ദ. അതെങ്ങനെ വരും നോക്കൂ. പ്രഥമ ഞാൻ എഴുതാം. പ്രഥമ വിഭക്തി നദീ, നദ്യൗ, നദ്യഃ. നദീ, നദ്യൗ, നദ്യഹയാണ് പ്രഥമ വിഭക്തി. അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? നദീം, നദ്യൗ, നദീഹി. കണ്ട? നദീഹി. എല്ലാം ദീർഘം വന്നിട്ട് വിസർഗം വരും. മറ്റേനകത്തും അങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ നദീം, നദ്യവും, നദീഹി. ഇവിടെ പ്രഥമ നദീ, നദ്യവും, നദ്യഃ. ദ്വിതീയ വിഭക്തി വന്നപ്പോൾ നദീം, നദ്യവും, നദീഹി എന്നാണ്, നദീനെന്നല്ല. ഇനി ഇത് അടുത്ത നോക്കൂ. ഉകാരാന്തം പുല്ലിംഗത്തിലെ അതൊക്കെ നോക്കാം. ഉകാരാന്തഃ പുല്ലിംഗഃ
ഗുരു ശബ്ദം നിങ്ങൾ പഠിച്ചതാണ്. ഗുരു ശബ്ദ, ഗുരുവിന്റെ പ്രഥമ വിഭക്തി എങ്ങനെ വന്നു? ഗുരുഹു, ഗുരു, ഗുരവഹ. അത് പഠിച്ചതാണ്. അതിന് നോക്കിക്കോളൂ, പ്രഥമയും കൂടെ എഴുതാൻ ഞാന്. ഗുരുഹു, ഗുരു, ഗുരവഹ. ഗുരവഹ ആണ് പ്രഥമ. അതിന്റെ ദ്വിതീയ വിഭക്തി എങ്ങനെ വരും? ഗുരും, ഗുരു, ഗുരൂൻ. ഗുരും, ഗുരു, ഗുരൂൻ. ബാലശബ്ദം പഠിച്ചെങ്കിൽ ബാലഹ, ബാലോ, ബാലാഹ, ബാലം, ബാലൗ, ബാലാൻ. അതുപോലെ ഗുരും, ഗുരു, ഗുരൂൻ. അപ്പൊ ഇതിന്റെ കുറച്ച് ഞാൻ തരാം ഉദാഹരണമായിട്ട്. അതുപോലെ എക്സാമ്പിള് ഭാനുഹു. എന്താ ഭാനുഹു? സൂര്യൻ, സൺ. ഭാനുഹു ഇതുപോലെ എഴുതണം. ഭാനുഹു. ധാതുഹു, ധാതു പഠിച്ചില്ലേ? റൂട്ട് എന്നുള്ളത്. ധാതുഹു. പിന്നെ ശിശുഹു, കുഞ്ഞ്, ശിശുഹു. പിന്നെ പശുഹു, ആനിമൽ, പശുഹു. ഇത്രയും നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കൂ. ഇതുപോലെ തന്നെ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കൂടെ നോക്കാം. ഗുരു ശബ്ദമാണ്. ഗുരുഹു, ഗുരു, ഗുരവഹ പ്രഥമ വിഭക്തി. അതിന്റെ ദ്വിതീയ വിഭക്തി ഗുരും, ഗുരു, ഗുരൂൻ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഭാനു പറയുമ്പോൾ ഭാനുഹു, ഭാനു, ഭാനവഹ, ഭാനും, ഭാനു, ഭാനൂൻ. അതുപോലെ ധാതുഹു, ശിശുഹു, പശുഹു. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഇനി ഉകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ. ഉകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ നോക്കിക്കോളൂ. സ്ത്രീലിംഗം ധേനുഹു, ധേനുഹു, ധേനു, ധേനവഹ. ധേനുഹു, ധേനു, ധേനവഹ. അത് എന്താണ്? പശു. ധേനു എന്ന് പറഞ്ഞാൽ പശു, സ്ത്രീലിംഗമാണ്. ധേനുഹു, ധേനു, ധേനവഹ. അതെന്താണ്? പ്രഥമ വിഭക്തിയാണ്. അതിന്റെ ദ്വിതീയ വിഭക്തി നോക്കൂ. ധേനു, 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 ധേനൂഹു, ധേനൂഹു. ധേനും, ധേനു, ധേനൂഹു. മനസ്സിലായില്ലേ? അപ്പോ അത് വരുന്നു. ധേനുഹു, ധേനു, ധേനവഹ പ്രഥമ വിഭക്തി. ധേനും, ധേനു, ധേനൂഹു അത് ദ്വിതീയ വിഭക്തി. ഇവിടെ വിസർഗം വരുമ്പോ എന്താ? സ്ത്രീലിംഗാണോ എന്ന് ഓർക്കുക. ഇനി അതിന്റെ കുറച്ച് രണ്ട് ഇതും കൂടെ തരാം. എക്സാമ്പിള് രേണുഹു, പൊടി. രേണുഹു എന്ന് പറഞ്ഞാൽ പൊടി, ഡസ്റ്റ്. രേണുഹു. തനുഹു, തനുഹു എന്താ? നമ്മുടെ ശരീരം, ബോഡി. അപ്പോ ഇതും അതുപോലെ തന്നെ. രേണുഹു എങ്ങനെ വരും? രേണുഹു, രേണു, രേണവഹ, രേണും, രേണു, രേണൂഹു. മനസ്സിലായില്ലേ? ഇത്രയാണ് നിങ്ങളുടെ ഇപ്പോൾ ദ്വിതീയ വിഭക്തി. ഏകദേശമൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ദ്വിതീയ വിഭക്തി വന്നത്. ഇനി നമുക്ക് അടുത്ത പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പുതിയ കുറെ പദങ്ങൾ, നൂതന പദങ്ങൾ തരുമെന്ന് പറഞ്ഞു. 10 കഴിഞ്ഞ പ്രാവശ്യം 10 തന്നു. ഇന്നും അതുപോലെ ഒരു 10 നിങ്ങൾക്ക് തരാം. അത് കഴിഞ്ഞ് നോക്കിക്കോളൂ. നോക്കിക്കോളൂ. 10 ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ നോക്കിക്കോളൂ. തരുഹു. തരുഹു എന്ന് പറഞ്ഞാൽ ട്രീ, മരം. പിന്നെ വിധുഹു. വിധു എന്താണ്? വിധു. വിധു മൂൺ, ചന്ദ്രൻ. പിന്നെ കൂപഹ, വെൽ, കിണർ. കപിഹി. കപിഹി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കപിഹി വാനരഹ പഠിച്ചു. അതും രണ്ടും ഒന്നാണ്. കപിഹി എന്ന് പറഞ്ഞാൽ മങ്കി, കുരങ്ങൻ. പിന്നെ മനീഷ. മനീഷ എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധി, ഇന്റലിജൻസ്. മനീഷ, ബുദ്ധി. ഇനി തനുഹു. തനു ബോഡി, ശരീരം. ഭവനം, ഹൗസ്, വീട്. പർണം, ലീഫ്, ഇല. ചിത്രം, പിക്ചർ, പടം. ഭാനുഹു, സൺ, സൂര്യൻ. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ 10 പദങ്ങൾ. ഈ പദങ്ങൾ നിങ്ങൾ
നല്ലവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തത് തൃതീയ വിഭക്തി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തൃതീയ വിഭക്തിയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.